ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക്. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് പറയാൻ സമയമാവുന്നതേയുള്ളൂ എന്ന് പി.വി. അൻവർ. കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടത്. മുൻപും സ്വന്തം കാലിലാണ് നിന്നത്, ഇപ്പോഴും സ്വന്തം കാലിലാണ് നിൽക്കുന്നതെന്നും അൻവർ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെ കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, UDF നേതൃത്വമല്ലല്ലോ, ഇവിടെ UDF നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ലീഡർഷിപ്പായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് അല്ലേ. മുസ്ലിം ലീഗിൻ്റെ സീറ്റാണെങ്കിൽ ലീഗിന് സംസാരിക്കാൻ പറ്റുമായിരിക്കാം. ഇത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, ഭാഗമാകൽ തുടങ്ങിയിട്ട് മാസത്രയുന്നത് ഇനി എന്ത് ഭാഗം ഈ അവസ്ഥയിൽ അല്ല, അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയും. മനസ്സിലായില്ലേ? ഇപ്പം ഇത്രേ പറയാനുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം തന്ന പിന്തുണയ്ക്ക് എന്നും നമ്മൾ കടപ്പെട്ടവരാണ്. ആ പാർട്ടിയും പ്രത്യേകിച്ച് തങ്ങൾ കുടുംബവും കുഞ്ഞാലിക്കുട്ടി സാഹിബും തുടക്കം മുതൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനെടുത്ത പൊളിറ്റിക്കൽ നിലപാടിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ആ നിലക്ക് നമ്മളോട് സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലക്ക് അതും കൂടെ ഉണ്ട്. പൊളിറ്റിക്കൽ ലീഡർ എന്ന് മാത്രമല്ല, നമ്മളൊരു വെൽവിഷർ എന്ന നിലക്ക് ആ പാർട്ടിയും ആ ലീഡർഷിപ്പും എടുത്ത നിലപാടിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ഘടകകക്ഷിയാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ നിലക്ക് പറഞ്ഞ അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നും പോസിറ്റീവാണല്ലോ, ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയല്ലോ. അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായി ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നല്ല വല്ല ആൻസറും ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറയാം. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എനിക്കതിനെ പറ്റി വിവരമൊന്നുമില്ല. അല്ല, കോൺഗ്രസ്സുകാർ പലരും എന്നുമായിട്ട് വ്യക്തിപരമായി ബന്ധമില്ല. അല്ല, ബന്ധപ്പെടേണ്ടേ. അല്ലാതെ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്നോട് സൗഹൃദം പണ്ടും ബന്ധപ്പെടുന്നുണ്ട്, ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബന്ധപ്പെടലായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോഴും മുമ്പ് എൻ്റെ കാലിലാണ്, ഇപ്പോഴും എൻ്റെ കാലിലാണ്. ഈ രണ്ട് കാലിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. വ്യക്തിപരമായി താനെടുത്ത രാഷ്ട്രീയ നിലപാടുകളോട് വളരെ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചവരാണ് മുസ്ലിം ലീഗ് പാർട്ടിയും അതിന്റെ നേതൃത്വവും. ആ നിലയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ കുഞ്ഞാലിക്കുട്ടിയെ അറിയിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം തനിക്കുണ്ട്. UDF നേതൃത്വത്തിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്, അതിന്റെ ഭാഗമായാണ് കണ്ടത് എന്നും അൻവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.